നമസ്കാരം. രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ടുകളുടെ ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് LDF സ്ഥാനാർത്ഥിയായിരുന്ന KJ ഷൈൻ ടീച്ചർക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം. ടീച്ചറിന്റെ വീടിന് മുമ്പിലാണ് ഞാനുള്ളത്. എന്തായാലും ടീച്ചറിന്റെ പ്രതികരണം നമുക്ക് എടുക്കാം. യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഈ രാജ്യത്തെ എല്ലാ ജനങ്ങളെയും ആശങ്കപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന കുറേയേറെ സംഭവങ്ങൾ കുറെ കാലങ്ങളായിട്ട് രാജ്യം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും BJP പ്രത്യേകിച്ച് അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ 10 വർഷക്കാലമായി ഭരണഘടനാ സ്ഥാപനങ്ങളെ അവർ കൺട്രോൾ ചെയ്യുന്നു. അവർക്ക് അനുസരിച്ച് ഇച്ഛയ്ക്കനുസരിച്ച് കൺട്രോൾ ചെയ്യുന്നു. അതുപോലെ തന്നെ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന, ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവരെ ഇല്ലായ്മ ചെയ്യുന്നു, വെടിവെച്ചു കൊല്ലുന്നു, അതിനകത്ത് തുറങ്കിലടയ്ക്കുന്നു. അതുപോലെ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെയും ദളിതുകളെയും ഒക്കെ തന്നെ ഭീകരമായ രീതിയിൽ ആക്രമിക്കപ്പെടുന്നു. അപ്പൊ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, എല്ലാ മനുഷ്യരെയും ഒരേപോലെ പരിഗണിക്കുന്ന, അവർക്ക് അഭിപ്രായം പരിഗണിക്കുന്ന, അവർക്ക് സ്വതന്ത്രമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്ന, അതുപോലെ തന്നെ തങ്ങളെ ആര് ഭരിക്കണം എന്ന് കൃത്യമായി തീരുമാനമെടുക്കാനുള്ള നിയമം കൂടി ഉൾപ്പെട്ടതാണ് ജനാധിപത്യം. ആ ജനാധിപത്യത്തെ അവസാന ഘട്ടത്തിൽ അട്ടിമറിക്കുന്നു എന്നുള്ള ഒരു ധാരണ പൊതുവെ ജനങ്ങൾക്ക് ഉണ്ടായിരുന്നു. പല രാഷ്ട്രീയ പാർട്ടികളും വിവിധ സംസ്ഥാനങ്ങളിൽ വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ ഇലക്ഷനിലും പരാതി ഉന്നയിക്കുകയും സംശയം രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കാലെയാണ് ഇപ്പോ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അതാണ്ട് 1 വർഷക്കാലത്തിലേറെ പിന്നിട്ടതിന് ശേഷം കർണാടകയിൽ മഹാദേവപുര എന്ന് പറയുന്ന അസംബ്ലി നിയോജക മണ്ഡലത്തിൽ 1 ലക്ഷത്തിലേറെ വോട്ടുകൾ, കള്ള വോട്ടുകൾ ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഇന്ത്യ മുന്നണിയുടെ ലീഡർ കൂടിയായിട്ടുള്ള രാഹുൽ ഗാന്ധി ഈ മാസം 7-ാം തീയതി മാധ്യമങ്ങൾക്ക് മുൻപാകെ ഉന്നയിക്കുകയാണ്. അദ്ദേഹം കൃത്യമായി പരിശോധിച്ച് എങ്ങനെയൊക്കെയാണ് ഇതിങ്ങനെ നടന്നിട്ടുള്ളത്, എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു പരിശോധനയ്ക്ക് അവർ തയ്യാറായത്, അതിന്റെ പിന്നിലുള്ള സാഹചര്യം എന്താണ് എന്നൊക്കെ വെളിപ്പെടുത്തുകയാണ്. നമുക്കറിയാവുന്നതുപോലെ 8 നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് കർണാടക സെൻട്രൽ എന്ന് പറയുന്ന ഈ പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസി. അപ്പൊ അതിൽ 4 വീതം സീറ്റുകൾ ഏതാണ്ട് BJPക്കും കോൺഗ്രസിനും അനുകൂലമായി നിൽക്കുന്നു എന്ന് പറയാണ്. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ വാദം ഉന്നയിക്കുന്നത് അവർക്ക് ഉറപ്പായും ജയിക്കാൻ പറ്റുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ് ഈ കർണാടക സെൻട്രൽ എന്ന് പറയുന്നത്. അപ്പൊ അതില് അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു വിവരം ഏതാണ്ട് 6 മാസക്കാലം ഈ വോട്ടർ പട്ടിക ആകെ പരിശോധിച്ച് വോട്ടർമാരിൽ നിന്ന് ചില തെളിവുകളൊക്കെ എടുത്ത് വലിയ കാര്യമായ പഠനം നടത്തിയിട്ടാണ് അവർ കാര്യം മുന്നോട്ട് വയ്ക്കുന്നത് എന്നാണ് മാധ്യമങ്ങളിലൂടെ നമുക്ക് അറിയാൻ സാധിച്ചത്. അതിൽ ഈ മഹാദേവപുര എന്ന് പറയുന്ന നിയമസഭാ നിയോജക മണ്ഡലത്തിൽ ഏതാണ്ട് 6,68,000-ഓളം വോട്ട് BJP അധികമായി നേടിയെന്നാണ്. ബാക്കി 7ഇടത്തും ഏതാണ്ട് 2,50,000 അല്ലെങ്കിൽ 3,80,000 മാക്സിമം അത്രേ പോയിട്ടുള്ളൂ. പക്ഷെ ഈ ഒരു നിയമസഭാ മണ്ഡലത്തിൽ വലിയ തോതിൽ വോട്ട് ഷെയർ മാറ്റം വന്നിരിക്കുന്നു. അപ്പൊ ആ ഒരു സംശയത്തിന്റെ ബലത്തിലാണ്. അത് മാത്രമല്ല, വോട്ടെണ്ണലിന്റെ സമയത്ത് ഒരു ഘട്ടം വരെയും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വിജയിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി എല്ലാവരും നിൽക്കുന്നു. പക്ഷെ ഈ ഒരു പ്രത്യേക മഹാദേവപുര എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻസി എണ്ണിക്കഴിഞ്ഞപ്പോ ഈ പ്രതീക്ഷകളെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള ഒരു റിസൾട്ടാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ പഠനവും അതിനനുസരിച്ചുള്ള അന്വേഷണവും അതിന്റെ അവർക്ക് ലഭിച്ചുള്ള ഒരു റിപ്പോർട്ടും ലഭിച്ചിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ സാഹചര്യത്തിൽ അതിന്റെ ഇപ്പോ ശ്രീ രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള ഈ പ്രഖ്യാപനത്തിന്റെ ശരി തെറ്റുകളിലോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു രാഷ്ട്രീയമായ വിവാദത്തിലേക്കോ സംവാദത്തിലേക്കോ ഒന്നും പോകുന്നില്ല. അതിന് വേറെ ചില മാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ BJP കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ ജനാധിപത്യത്തെയും ഭരണഘടനയെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ, മാത്രമല്ല ഭരണഘടനയെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് സംഘപരിവാർ ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിൽ, അതുപോലെ ത്രിവർണ പതാകയെ പോലും ഞങ്ങൾ അംഗീകരിക്കേണ്ടതില്ല,
ഏതാണ്ട് ചരിത്രം പരിശോധിക്കാൻ നമുക്ക് കാണാൻ സാധിക്കുന്നത് 1947-നും അതിനുശേഷം 52-ലും മാത്രമാണ് ഈ ത്രിവർണ്ണ പതാക അവർ ഉയർത്തിയിട്ടുള്ളത്. 2002 വരെയും. അതിനുശേഷം അവർ ഉയർത്തിയിട്ടില്ല എന്നാണ്. അതിനുശേഷമാണ് നമ്മൾ മാധ്യമങ്ങളിലൊക്കെ അറിഞ്ഞതുപോലെ അവരുടെ RSSന്റെ ആസ്ഥാനത്ത് കടന്നു കയറി ഒരാള് ത്രിവർണ്ണ പതാക ഉയർത്തുന്ന ഒരു സാഹചര്യമൊക്കെ 2002-ലാണ് ഉണ്ടാകുന്നത്. അപ്പൊ അതിനുശേഷമാണ് മനസ്സില്ലാ മനസ്സോടെയെങ്കിലും അവര് കൃത്യമായി അവരുടെ ഓർഗനൈസറിലടക്കം പറഞ്ഞിട്ടുള്ളത് ത്രിവർണ്ണ പതാക രാജ്യത്തിന് അപമാനമാണ്. ഈ 3 കളർ ട്രിക്കളർ എന്ന് പറയുന്നത് മാനസികമായി നമുക്ക് യോജിച്ചതല്ല എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള സംഘടനയാണ് RSS. അപ്പൊ അതാണ് BJPയുടെ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഈ സംഘപരിവാർ സംഘടനകളും അതിന്റെ ഏറ്റവും ബേസിസ് ആയിട്ടുള്ള RSSുമാണ്. അപ്പോൾ ഞാനിത് സൂചിപ്പിക്കാൻ കാരണം ഇങ്ങനെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യാനന്തരം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഭരണഘടനയെ, അതിന്റെ ഭരണഘടനാ സ്ഥാപനങ്ങളെ, ജനാധിപത്യത്തെ ഒന്നും തന്നെ മാനസികമായി ആശയപരമായി അംഗീകരിക്കാത്ത ഒരു കൂട്ടരാണ് യഥാർത്ഥത്തിൽ നിർഭാഗ്യവശാൽ ഇന്ത്യ ഭരിക്കുന്നത്. പലപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ പറയാറുള്ളത് ഈ BJP ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാദം ഉന്നയിക്കുന്നവർ, നിങ്ങൾ ജനാധിപത്യത്തെ തകർക്കുന്നു, നിങ്ങൾ ഭരണഘടനയെ ലംഘിക്കുന്നു, നിങ്ങൾ അധികാരം, ജനങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ള അധികാരം ഒരു ഏകാധിപത്യപരമായ രീതിയിൽ ഉപയോഗിക്കുന്നു, ജനങ്ങളോട് നിങ്ങൾ സംസാരിക്കുന്നില്ല, ഒരു ഇന്ററാക്ഷൻ ഇല്ല, ഒരു റേഡിയോ ടൈപ്പ് മൻ കി ബാത്ത് മാത്രം നടത്തി എനിക്ക് പറയാനുള്ളത് പറഞ്ഞുകൊണ്ട് പോകുന്ന ജനാധിപത്യ വിരുദ്ധമായ ഒരു സമീപനം ആണ് നിങ്ങൾ നടത്തുന്നത് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടികളെയും എഴുത്തുകാരെയും ചിന്തകരെയും മാധ്യമ പ്രവർത്തകരെയും ഒന്നുകിൽ തുറങ്കിലടക്കുക, അല്ലെങ്കിൽ അവരെ വെടിവെച്ചു കൊല്ലുക, അല്ലെങ്കിൽ അവരെ രാജ്യദ്രോഹികളായി ചിത്രീകരിക്കുക. ഇത് ചരിത്രത്തിൽ ബ്രിട്ടീഷ് ഭരണകാലത്തും ഏതൊക്കെ തരത്തിലുള്ള ആധിപത്യം, മതാധിപത്യം ഉള്ള രാജ്യങ്ങളുണ്ട്, മതാധിപത്യം നിലനിന്നിരുന്ന ചരിത്രം ലോക ചരിത്രത്തിലുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മനുഷ്യർക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി, സമത്വത്തിന് വേണ്ടി സംസാരിക്കുന്ന എല്ലാ മനുഷ്യരെയും എല്ലാ കാലത്തും ഈ ആധിപത്യം കയ്യിലുള്ള അധികാരികൾ രാജ്യദ്രോഹികളായോ അല്ലെങ്കിൽ രാജ്യവിരുദ്ധരായോ അല്ലെങ്കിൽ മതവിരുദ്ധരായോ വിശ്വാസരഹിതരായോ ഒക്കെ തന്നെ മുദ്ര കുത്തിയിട്ടുണ്ട്. അതിന് ഒരു പരിധി വരെ മാറ്റം വന്നത് ഇന്നത്തെ നിലയിൽ മനുഷ്യർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന, മനുഷ്യർക്ക് ആകെ ആശ്രയിക്കാൻ പറ്റുന്ന ജനാധിപത്യ വ്യവസ്ഥിതി ഭരണക്രമം നിലവിൽ വന്നതിന് ശേഷമാണ്. പ്രത്യേകിച്ച് 1870-79കളിലൊക്കെ ഫ്രഞ്ച് വിപ്ലവത്തിനൊക്കെ ശേഷം ആണ് ഉയർന്നു വരുന്നത് സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം. എല്ലാ മനുഷ്യരെയും മനുഷ്യനായി പരിഗണിക്കുക, അവന്റെ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുക, സമത്വത്തോടുകൂടി കാണുക, സാഹോദര്യ ഭാവനയോടുകൂടി സമീപിക്കുക, കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായി ജനാധിപത്യ രാജ്യങ്ങൾ വരുന്നു, ഭരണക്രമം വരുന്നു. പക്ഷെ ഇപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മള് ലോകത്ത് നോക്കിയാൽ BJP മാത്രമല്ല, ഇപ്പോ ലോകരാഷ്ട്രീയത്തിൽ ട്രംപ് ഈ സമീപനം എടുക്കുന്നുണ്ട്. അതുപോലെ പലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ ഈ വിഷയമുണ്ട്. അപ്പൊ ലോകരാജ്യങ്ങളിൽ ആധിപത്യം ആഗ്രഹിക്കുന്ന, ഏകാധിപത്യ മനസ്ഥിതി ഉള്ള, ഫാസിസ്റ്റ് മനസ്ഥിതി ഉള്ള എല്ലാ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളും ഇത്തരത്തിലുള്ള ഒരു ആശയഗതി ഉണ്ട് എന്നുള്ളത് നമുക്ക് ഈ ജനങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം. അതിന്റെ ഒരു പ്രയോഗം 1947 സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം 1950 ജനുവരി 26 നമ്മൾ ഒരു റിപ്പബ്ലിക്കായി ഒരു ഭരണഘടന അംഗീകരിക്കപ്പെട്ടതിന് ശേഷം അതിതീവ്രമായ രീതിയിൽ, നമുക്ക് അനുഭവവേദ്യമായ രീതിയിൽ ഈ രാഷ്ട്രീയം, വർഗീയതയുടെയും ഫാസിസത്തിന്റെയും രാഷ്ട്രീയത്തിന്റെ പ്രയോഗം ഒരു പരിധിവരെ ഈ 2014 തുടർച്ചയായി BJP അധികാരത്തിൽ വന്നതിന് ശേഷമാണ് അത് പ്രയോഗിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ആ പ്രയോഗം പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത് ഇവര് ഭരണത്തിൽ തുടർച്ചയായി കയറിയതിനു ശേഷമാണ്. അതിപ്പോ സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ബില്ലാണെങ്കിലും, ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്ത് കളയുന്ന കാര്യത്തിലാണെങ്കിലും, വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ടതാണെങ്കിലും, അതുപോലെ മുത്തലാഖ് ബില്ലിന്റെ കാര്യത്തിലാണെങ്കിലും, ന്യൂനപക്ഷങ്ങൾ ഇപ്പൊ ഏറ്റവും അവസാനം കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിൽ ആക്രമിക്കപ്പെട്ടു, അവരെ തുറങ്കിലടയ്ക്കപ്പെട്ടു, അവര് വലിയ കുറ്റവാളികളായി ചിത്രീകരിക്കുന്നു. എന്നാൽ രാജ്യത്ത് മതത്തിന്റെ, ഭക്ഷണത്തിന്റെ, വസ്ത്രത്തിന്റെ, ആശയത്തിന്റെ ഒക്കെ പേരിൽ ഇവരുടെ ആൾക്കൂട്ട കൊലകൾ നടത്തുന്നു,
ഭരണഘടനാ സ്ഥാപനങ്ങൾ ഉപയോഗിച്ച് പോലീസും പട്ടാളവും അതുപോലെ തന്നെ കോടതികളെ ഉപയോഗിച്ച് അവർക്ക് അനുകൂലമായി കേസുകൾ ചിത്രീകരിച്ച് FIR തയ്യാറാക്കി കോടതികളിൽ നിന്ന് ജഡ്ജിമെന്റ് ഉണ്ടാക്കി അവരെ തുറങ്കിലടക്കുകയോ മറ്റ് ശിക്ഷാവിധികൾ വിധിക്കുകയോ ചെയ്യുന്നു. പക്ഷെ ഇവിടെ ന്യൂനപക്ഷങ്ങളാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ അല്ലെങ്കിൽ അവരവരുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ പ്രയോഗിച്ചതിന്റെ പേരിൽ അവർ ഭീകരരായി ചിത്രീകരിക്കുന്നു, തുറങ്കിലടയ്ക്കുന്നു. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു BJP-യിൽ നിന്ന് മറിച്ചൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതാണ്. പലപ്പോഴും രാജ്യത്തെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ഈ ഹിന്ദു ദിനപത്രമൊക്കെ ദേശാഭിമാനിയും ഒക്കെ എഴുതാറുള്ളത് പോലെ, ദ വീക്ക്, അതുപോലെ ഫ്രണ്ട് ലൈൻ മാഗസിനും ഒക്കെ എഴുതാറുള്ളത് പോലെ ഇവരിൽ നിന്നും മറുത്ത് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. കാരണം ഇവർ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് അവരുടെ ആശയം, എന്താണ് അവരുടെ ആശയത്തിന്റെ അടിസ്ഥാനം. വിചാരധാരയാണ് അവരുടെ ആശയത്തിന്റെ അടിസ്ഥാനം. ആ ആശയം എന്ന് പറയുന്നത് ആഭ്യന്തര ശത്രുക്കളായി മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും മാർക്സിസ്റ്റുകാരെയും, കാരണം അവിടെ ഒരു സമത്വവാദം ഉന്നയിക്കുന്ന, എല്ലാ മനുഷ്യരെയും ഒരേപോലെ പരിഗണിക്കണം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സാമ്പത്തിക പ്രത്യയശാസ്ത്രമാണ്. അപ്പോൾ അതിനെയും ആഭ്യന്തര ശത്രുക്കളായി പ്രഖ്യാപിക്കുക മാത്രമല്ല അവരെ ഉന്മൂലനം ചെയ്യുക. ഇനി അതുകൂടാതെ ദളിത് വിഭാഗങ്ങളെ അടക്കം, ഇപ്പോ ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കണം എന്ന്, ഹിന്ദുത്വ എന്ന് പറയുന്ന ആശയം ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടി വാദിക്കുന്നു എന്ന് പ്രത്യക്ഷത്തിൽ പറയുമ്പോഴും എല്ലാ ഹിന്ദുക്കളെയും അവരതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുന്നില്ല. ദളിതുകളെ ഉൾപ്പെടുത്തുന്നില്ല, പിന്നാക്ക വിഭാഗങ്ങളെ ഉൾപ്പെടുത്തുന്നില്ല. അതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഈ ജനസംഖ്യയിലെ 2-3% പേർ വരുന്ന ബ്രാഹ്മിൻസ്, ഖായാത്സ്, ക്ഷത്രിയാസ്, ഇങ്ങനെയുള്ള വിഭാഗങ്ങൾ, ഇവരിൽപ്പെട്ടവരും എല്ലാവരും അധികാരം കിട്ടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല. അതിൽ തന്നെ സമ്പത്തുള്ളവർ, ഈ അപ്പർ കാസ്റ്റിൽ തന്നെ സമ്പത്തുള്ളവർ, ആ സമ്പത്തുള്ളവരിലാണ് ഇന്ന് രാഷ്ട്രീയ അധികാരവും സാമ്പത്തിക വിഭവങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യുന്നത് ഈ അധികാരമുള്ളവരാണ്. അപ്പോ നമ്മള് രാജ്യത്തെ പക്ഷെ ജനങ്ങൾ ഇത് മനസ്സിലാക്കിക്കാൻ, ബോധ്യം വരുത്താൻ ഇവർ സമ്മതിക്കില്ല. അതിന് കാരണം ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഹിന്ദു ദിനപത്രവും അതുപോലെ തന്നെ ദേശാഭിമാനിയും അതുപോലെ ദ വീക്ക്ലിയും ഫ്രണ്ട് ലൈൻ മാഗസിനും ഒക്കെ പലപ്പോഴായി എഴുതിയിട്ടുള്ള ലേഖനങ്ങളിൽ അവർ പറയുന്നത് ഉത്തരേന്ത്യൻ പൊളിറ്റിക്സ്, ഉത്തരേന്ത്യയിലേക്ക് പോകണമെന്നില്ല, മറിച്ച് കേരളം വിട്ടു കഴിഞ്ഞാൽ അവിടുത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് മണി മന്ദിർ പൊളിറ്റിക്സ് ആണ്. പണം ഉപയോഗിക്കുക, ജനങ്ങളുടെ വിശ്വാസത്തെ ഉപയോഗിക്കുക, ആരാധനയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മതവിശ്വാസവും ഉപയോഗിച്ച് രാഷ്ട്രീയ അധികാരം കൈക്കലാക്കാനുള്ള, അതിനെ ഏറ്റവും എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനുള്ള, തങ്ങളിലേക്ക് ആകർഷിക്കാനുള്ള ഒരു വിദ്യയാണ് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന പേരിൽ പ്രത്യേകിച്ച് BJP സംഘപരിവാർ സംഘടനകളുടെ സഹായത്തോടു കൂടി നടത്തി. ടീച്ചർ, നമുക്ക് എന്താ ശരിക്കും സത്യത്തിൽ ചെയ്യാൻ കഴിയാം ഈ ഒരു വിഷയത്തിൽ? ഒരു ചെറിയൊരു സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തക എന്നുള്ള നിലയ്ക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പൊ ഈ രാജ്യത്ത് നടക്കുന്ന ചർച്ചകളും ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഇന്നത്തെ കാലത്ത് ജനാധിപത്യമാണ് ആപ്റ്റായിട്ടുള്ളത്. ഇന്നത്തെ കാലത്ത്, നാളെ വേറെ വരുമായിരിക്കും, ജനങ്ങളെല്ലാവരെയും പരിഗണിക്കുന്ന, ഏതാണ്ട് ഈക്വലായിട്ട് പരിഗണിക്കുന്ന ഒരു വരുമായിരിക്കും. പക്ഷെ ഈ ജനാധിപത്യം പോലും ഇന്ത്യയിൽ ചില വാക്കുകളിലേ ഒതുങ്ങുന്നുള്ളൂ, ചില പ്രവർത്തികളിലേ ഒതുങ്ങുന്നുള്ളൂ. അതിൽ ഒന്നാണ് ഈ തെരഞ്ഞെടുപ്പ്. ഇപ്പൊ ജനപ്രാതിനിധ്യ നിയമം ആർട്ടിക്കിൾ 324, ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ എന്നാണ്. നീതിപൂർവമായിരിക്കണം, സ്വതന്ത്രമായിരിക്കണം, ഇങ്ങനെ ഏറ്റവും മനുഷ്യർക്ക് വിശ്വാസയോഗ്യമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കണം. ആ തെരഞ്ഞെടുപ്പിനാണ് ഇന്നിപ്പോ അട്ടിമറിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതിന് നമുക്ക് പരിഹാരം എന്താ? ജനങ്ങളെ ഇത് ബോധ്യപ്പെടുത്തുമ്പോൾ, നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർ ചർച്ചകളും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തുമ്പോൾ, സോഷ്യൽ മീഡിയയിലൂടെ മറ്റു മാധ്യമങ്ങളിലൂടെ ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭരണഘടന അട്ടിമറിക്കുന്നു എന്നുള്ളത് പല ചിന്തകരും എഴുത്തുകാരും ഒക്കെ പലപ്പോഴായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിലെ എഴുത്തുകാരാണെങ്കിലും പ്രഭാഷകരാണെങ്കിലും, ഇപ്പൊ സുനിൽ മാഷിനെ പോലുള്ള പ്രഭാഷകരൊക്കെ തന്നെ പലപ്പോഴായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിന്ദുത്വത്തിന്റെ രാഷ്ട്രീയം കുറിച്ച് പ്രബന്ധങ്ങളും നോവലുകളും ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് ശ്രീമതി ടീസ്റ്റ സദൽവാദ് മനുഷ്യാവകാശ പ്രവർത്തകയാണ്. ജനാധിപത്യവും ഭരണഘടനയും സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി അവരവരുടെ ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ച് പ്രവർത്തിക്കുന്ന എഴുത്തുകാരിയും ഒക്കെയാണ്. 2002 ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് കൂട്ടക്കൊലയ്ക്ക് ശേഷം, വംശഹത്യക്ക് ശേഷം
അവരുടെ അനുഭവങ്ങൾ ഗുജറാത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളും ഒക്കെ സമ്മപ്പ് ചെയ്തുകൊണ്ട് വലിയൊരു ഒരു ഒരു അല്പം വലിയൊരു പുസ്തകം, ഭരണഘടനയുടെ കാവലാളാവുക. എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്നത്തെ കാലത്ത് ഓരോ വ്യക്തിയും ഈ ഭരണഘടനയുടെ കാവലാളാകണം, ഭരണഘടന പഠിക്കണം. അങ്ങനെ പഠിച്ച് അത് പറഞ്ഞ് അതിന്റെ ആശയം സ്വയം ബോധ്യപ്പെട്ട് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച് ഒക്കെ ഈ ഭരണഘടനയെ പ്രൊട്ടക്ട് ചെയ്ത് അതിനെക്കുറിച്ച് സംസാരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ടീസ്റ്റ സെഡൽവാദ് പറഞ്ഞതുപോലെ ഭരണഘടനയുടെ കാവലാളാവുക. ഇവർ വർഗീയത പറയുമ്പോൾ, ഇവർ മതാധിപത്യം പറയുമ്പോൾ, ഇവർ ഹിന്ദുത്വ പൊളിറ്റിക്സ് പറയുമ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊളിറ്റിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ അതിനെക്കുറിച്ച് മറുപടി കൊടുത്ത് ഒരു കൃത്യമായൊരു നിലപാട് ഉണ്ടാക്കുക എന്നുള്ളതാണ് എനിക്ക് പരിമിതമായി തോന്നിയിട്ടുള്ളത്.